ഓപ്പറേഷൻ തുഫാൻ എന്ന നർക്കോ ഫണ്ടിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ വിവിധ ഏജൻസികളുടെ ഒരു മീറ്റിംഗാണ് കൂടിയത്. അപ്പോൾ കഴിഞ്ഞ 15 ദിവസമായി കേരളത്തിൽ കേരള പോലീസ്, എക്സൈസ്, ആരോഗ്യ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെ വളരെ വിജയകരമായ തോതിൽ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 10 കോടിയിലധികം വരുന്ന നിരോധിത ഡ്രഗ്സ്, 10 കോടി വിലപിടിക്കുന്ന വിലപിടിപ്പുള്ള മയക്കുമരുന്ന്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെല്ലാമാണ് പിടിച്ചിട്ടുള്ളത്. ഇതിന്റെ കണക്ക് ഞാൻ പറയാം. 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അത് 2778 പേരെ അറസ്റ്റ് ചെയ്തു. 1.589 kg of MDMA, 146.459 Kanjav, 464.045 gram of hashish oil, 350.439 grams of brown sugar, 11 LSD stamps and 141 cannabis plants. ഇതെല്ലാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ള വിലയുള്ള നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇപ്പോൾ അതിന്റെ പ്രവർത്തനം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ തന്നെ 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 838 കേസുകൾ സ്മോൾ ക്വാണ്ടിറ്റിയാണ്, 78 കേസുകൾ മീഡിയം ക്വാണ്ടിറ്റിയാണ്, 24 കേസുകൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. അതോടൊപ്പം തന്നെ NDPS ആക്ടിന്റെ കീഴിലുള്ള വിവിധ പ്രൊവിഷൻസ് അനുസരിച്ച് 1804 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോപ്റ്റ ആക്ട് അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ യോഗം എന്ന് പറഞ്ഞത് വിവിധ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടുകൂടി ഈ ഓപ്പറേഷൻ തുഫാന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി. അതിൽ IB ഉണ്ടായിരുന്നു, RPF ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കേന്ദ്ര സെൻട്രൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, NDRA ഉണ്ടായിരുന്നു, DRI ഉണ്ടായിരുന്നു, കസ്റ്റംസ് ഉണ്ടായിരുന്നു, കോസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും IB ഉണ്ടായിരുന്നു. എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും പ്രതിനിധികളായിരുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. കാരണം ഇത് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും ഇതെല്ലാം വരുന്നത് കേരളത്തിന്റെ അതിർത്തി വിട്ടാണ്. അപ്പൊ അവയെ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം, ഇതിന്റെ സോഴ്സുകളെ എങ്ങനെ കണ്ടെത്താം, അതിനെന്തെല്ലാം മെത്തഡോളജി സ്വീകരിക്കണം, ഈ കാര്യങ്ങളെ പറ്റിയാണ് വളരെ വിശദമായി ചർച്ച ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ള ഏകദേശ രൂപം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ വഴികൾ കണ്ടെത്തി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായി ഒരു കോർഡിനേഷൻ, കാരണം ഇതെല്ലാം ഈ നർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഏജൻസികളാണ്. അതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കേന്ദ്ര ഏജൻസികൾ എങ്ങനെ കേരള പോലീസിനെ സഹായിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്ന കാര്യം. അവരെല്ലാം ഓപ്പറേഷൻ തുഫാന് വൻ പിന്തുണ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ തുഫാൻ ഒരു വൻ വിജയമാണെന്ന് ഈ ഏജൻസികളൊക്കെ സമ്മതിച്ചു. അവർ കേരള പോലീസിനെ അഭിനന്ദിച്ചു. അവരുടെ സമ്പൂർണമായ സഹകരണം ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും എന്ന ഒരു പ്രത്യേകത സൂചിപ്പിക്കുകയുണ്ടായി.
ഇതൊരു മൾട്ടി ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് പ്രോജക്റ്റ് ഇതിനു വേണ്ടി തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ചുമതലയുള്ള പുട്ട വിമലാദിത്യെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിൽ ഏറ്റവും ആധുനികമായ ശാസ്ത്രീയമായ നിലയിൽ ഈ നാർക്കോട്ടിക്കിനെയും ഈ ഡ്രഗ്സിനെയും പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും രൂപം നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ യോഗത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ തന്നെ മാറ്റം വരുന്നു. അതിന്റെ രൂപങ്ങൾ, അതിന്റെ രീതി മാറ്റും. കൂടുതൽ ശാസ്ത്രീയമായ നിലയിൽ ഇത് കണ്ടെത്താനുള്ള ശ്രമമുണ്ടാകും. അതുപോലെ പോലീസ് ഡോഗ്സ് സാധാരണഗതിയിൽ ടെററിസം കൗണ്ടർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അവർക്ക് ഈ നർക്കോട്ടിക് കണ്ടെത്താനുള്ള പരിശീലനം കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അങ്ങനെ എല്ലാ തലങ്ങളിലും സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ വളരെ വിജിലന്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 3 ഘട്ടമാണ്. ഒന്ന്, ഡയറക്റ്റായിട്ട് ഇത് പിടിക്കുക എന്നുള്ളത് ഇത് ക്രൈമായി കണ്ടുകൊണ്ട് കേരള പോലീസ് തന്നെ മുൻകൈയെടുത്ത് തുഫാൻ സ്ട്രൈക്സ് നടത്തിയിട്ടുണ്ട്. എല്ലായിടത്തും തുഫാൻ സ്ട്രൈക്സ് നടന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് തുഫാൻ വാരിയേഴ്സ്. ഇന്നലെ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ മോഹൻലാൽ തുഫാൻ വാരിയറായി ഇന്നലെ ചേർന്നിട്ടുണ്ട്. പുഴയിൽ വെച്ച് ഇന്നലെ അദ്ദേഹം തുഫാൻ വാരിയറായി ചേർന്നു. തുഫാൻ വാരിയറിൽ ഒരാളായി അദ്ദേഹം ചേർന്നു. അദ്ദേഹം കുറെ കാലമായി ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്നോട്. വിശ്വശാന്തി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛന്റെ പേര് ചേർത്ത വിശ്വശാന്തി എന്ന ഒരു പ്രോജക്ട് 3 വർഷമായി അദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രോജക്റ്റുമായി പരിപൂർണമായി സഹായിക്കാമെന്ന് ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാനും കോർഡിനേറ്റർ ശ്രീ വിമല ആദ്യമായി അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് അതിന് പൂർണ്ണ പിന്തുണ. അതുകൊണ്ട് ധാരാളം സിനിമാ നടന്മാരും അതോടൊപ്പം തന്നെ പ്രഗത്ഭരായ വ്യക്തികളും ഒക്കെ തുഫാൻ വാരിയേഴ്സായി ചേർന്നത്. നിങ്ങൾക്കും തുഫാൻ വാരിയേഴ്സായിട്ട് ചേരാവുന്നതാണ്. ഞാൻ നിങ്ങളെ വളരെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ തുഫാൻ കെയർ 3 സ്റ്റേജാണ്. തുഫാൻ സ്ട്രൈക്ക്, തുഫാൻ വാരിയേഴ്സ് ആൻഡ് തുഫാൻ കെയർ. തുഫാൻ കെയർ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നേരിടുന്നവര്, അഡിക്റ്റായി മാറിയവര്, വിഡ്രോവൽ സിംറ്റം ഉള്ളവര്, ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ, റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള സ്കീം. അങ്ങനെ 3 തരത്തിലാണ് ഓപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. അതിന് വിജയകരമായ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. ഇപ്പോഴ് നമ്മൾ ശക്തമായ ഒരു പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഈ മരണത്തിന്റെ വ്യാപാരികൾ ഇപ്പൊ കേരളത്തിൽ ഇതിന്റെ സെല്ലിംഗ് അല്പം കുറച്ചിട്ടുണ്ട്. കേരള പോലീസ് വിഡ്രോ ചെയ്യുമ്പോൾ കൂടുതൽ സെല്ല് ചെയ്യാനുള്ള ധാരണയിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. We are not going to stop this operation. We will continue with this operation so that the Kerala will be free from narcotic drugs and അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ 26-ാം തീയതി കേരളത്തിലെ ആന്റി നർക്കോട്ടിക് ഡേ ആണ്. വേൾഡ് ആന്റി നർക്കോട്ടിക് ഡേ ആണ്. അത് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ ഇത് ബോധവൽക്കരണം, ഇതിന് മറ്റൊരു ഭാഗമാണ് ബോധവൽക്കരണം. MLA-മാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയെയും അതോടൊപ്പം തന്നെ മുൻകൈയെടുത്ത് മില്യൺ ഗോൾസ്, തുഫാൻ ഗോൾസ് എല്ലാ സ്കൂളുകളിലും നടത്താൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ ദിവസമാണ് പേരുദ്ധാരണം നടന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തണ്ടർ എന്ന പേരിൽ തന്നെ അവരുടേതായ രീതിയിൽ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തുന്നു. അത് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി CMP തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെന്റ്. കേരള മുഖ്യമന്ത്രി ശ്രീ BD സതീശൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കോട്ടയം സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഏജൻസികളുടെ സഹായം കിട്ടിയത്. വളരെ ഫലപ്രദമായ ചർച്ചയായിരുന്നു.